ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ത്രിപിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായി നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റിസൾട്ട് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാനിന്ന് നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നു. എന്താണ് നോക്കിയാലോ? നിങ്ങളുടെ ഹൃദയങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നത് എന്താണ് പറ്റിയത് എന്ന് നോക്കാം. ഏസ് ഓഫ് കപ്പ് കറക്റ്റ്. നിങ്ങളുടെ ഹൃദയങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ട് നോക്കിയേ, ഏസ് ഓഫ് കപ്പ്. Hanged Man, Four of Wands, Wheel of Fortune, Hierophant, Knight of Cups, Six of Wands, Knight of Wands, Two of Wands, Judgment, Ace of Cups, Three of Pentacles, Sun card, Five of Cups, High Priestess, Bottom. ഫസ്റ്റ് കാണുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹിക്കുന്നത് പറഞ്ഞത് തന്നെ ഏസ് ഓഫ് കപ്പ് അല്ലേ? നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് സ്നേഹം ഉള്ളിലും ഹൃദയങ്ങൾ തമ്മിൽ അത്രയും സ്നേഹത്തിലാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഹൃദയത്തിന്റെ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട് ഡീപ്പ്. എന്നിട്ട് രണ്ടുപേരും ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരുപാട് സ്നേഹം രണ്ടുപേരുടെയും ഉള്ളിലുണ്ട്. ഈശോക്കും ഓവർഫ്ലോയിങ് ആയ സ്നേഹം, ഇമോഷൻസ്, അത്രയും ഒരു ഇമോഷൻസ് ഏത് എന്താ ഇസോക്കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമോഷൻസ്, ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അൺലിമിറ്റഡായ സ്നേഹം, ഒരു പ്രവാഹം തന്നെ, ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഹൃദയം, കൺട്രോൾ ചെയ്യാത്ത ആ ഒരു ഹൃദയം തുറക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഓവർഫ്ലോയിങ്. അതൊക്കെ പ്രകടിപ്പിക്കാൻ, വിട്ടുപോയതിന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ആ ഒരു ഓവർഫ്ലോയിങ് ആയ സ്നേഹമെല്ലാം പുറത്തോട്ട് വരുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇതുവരെയും ഒരു അനുഭവിക്കാത്ത ആ ഒരു സ്നേഹത്തിന്റെ ഒരു പ്രവാഹം, ഒരു ഒഴുക്ക്, റീയൂണിയൻ, ഒരു കൂടിച്ചേരലെല്ലാം ആണ് ഏസ് ഓഫ് കപ്പിൽ പറയുന്നത് കേട്ടോ. എന്താ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്രയും ഒരു സ്നേഹമാണ് കാണിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയവരാവാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളിന്റെ സമാധാനവും സന്തോഷവുമാണ്. എന്നിട്ടും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. രണ്ടുപേരുടെ ഹൃദയങ്ങളും ഒരാൾക്ക് സമാധാനം കൊടുക്കും, സന്തോഷം കൊടുക്കും, എല്ലാം ആണ്. എന്നിട്ടും നിങ്ങളിവിടെ സെപ്പറേറ്റ് ആയിട്ടെല്ലാം കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പലരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ. ഇതൊരു എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പ് ആവാനും സാധ്യതയുണ്ട്. എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾക്ക് ഒരു മൂല്യം തരാത്ത ഇതായിട്ട് കാണുന്നുണ്ട്, തന്നില്ല എന്ന് കാണുന്നുണ്ട്. ആ വ്യക്തി ആയിരിക്കും നിങ്ങളെ ഇതിൽ പ്രലോഭിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് എല്ലാവരുടെ മുന്നിലും നിങ്ങളെ ഒരു
മാറ്റി നിർത്തിയിട്ടുള്ള അങ്ങനെ ഒരു അവസ്ഥയിലും കൂടെ നിങ്ങൾ കടന്നുപോയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എല്ലാ കുറ്റവും നിങ്ങൾക്ക് ചാർത്തി തന്നിട്ട് നിങ്ങൾ ചെയ്തതായി അത് നല്ല വെള്ളം ചമഞ്ഞിട്ട് അങ്ങനെ നിങ്ങളെ ആ വ്യക്തി മാറ്റി നിർത്തിയതായിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെയല്ലാന്ന് ഇവിടെ കാണിക്കുന്നത്. ഹാങ്ക്ഡ് മാനാണ് ആ വ്യക്തി. ഇപ്പോൾ ഒരു സ്റ്റക്ക് അവസ്ഥയിലാണ്. ആ വ്യക്തിക്ക് ഒന്നും ഒന്നിനും കഴിയുന്നില്ല. വ്യക്തി ഒരു സ്പിരിച്വൽ അവേക്കനിൽ കൂടിയെല്ലാം കടന്നു പോകുന്നത്. നിങ്ങളവിടെ എന്തോ ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി എല്ലാം സംസാരിച്ചിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാ കുറ്റവും നിങ്ങളെ തലയിലായിട്ട് ആ വ്യക്തിയാണ് നിങ്ങളെ ഇതിലേക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് പ്രണയിച്ച് കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങളെയാണ് എല്ലാ തലയിലും കുറ്റങ്ങളെല്ലാം വെച്ച് കെട്ടി തന്നിട്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതെല്ലാം കുറച്ചുകൂടെ നമുക്ക് കാണുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ തന്നെ യൂണിവേഴ്സ് അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ താളം തെറ്റിച്ചിട്ടാണ്. നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു. ആ വ്യക്തി സ്റ്റക്കാണ് ഇപ്പം. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിപ്പോയി. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിഞ്ഞ് നിങ്ങൾക്ക് നല്ല ഗ്രോത്ത്, നിങ്ങൾ എല്ലാ തരത്തിലും വളരെ ഉഷാറിലേക്ക് വരുമ്പം ആ വ്യക്തിയുടെ ലൈഫിലേക്കാണ് കർമ്മ യൂണിവേഴ്സ് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയിട്ടുള്ളത്. യൂണിവേഴ്സ് സഡൻ കൊടുക്കുക ചെയ്തത് കേട്ടോ. നിങ്ങളെ അവിടെ മാറ്റി നിർത്തിയതും ആ സ്പോട്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഗതി തന്നെ താളം തെറ്റിപ്പോയതാണ് കാണിക്കുന്നത് കേട്ടോ. ജീവിതത്തിന്റെ താളം തന്നെ പോകുന്ന തരത്തിലുള്ള എന്തോ ഒരു ആ വ്യക്തിയുടെ ജോലി പോവാം, എന്തോ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആ വ്യക്തിക്ക് ഇപ്പം നിങ്ങളുടെ ആ വില പെട്ടെന്ന് മനസ്സിലായി. ഈ കാലചക്രം തിരിയുമ്പോൾ എന്തും സംഭവിക്കാം, നല്ലതും സംഭവിക്കാം, ചീത്തയും സംഭവിക്കാം. നിങ്ങളെ അവിടുന്ന് ഒഴിവാക്കി നിങ്ങളുടെ ആ ഹാർട്ട് പൊട്ടുന്ന പോലെ നിങ്ങൾ അവിടുന്ന് പോകുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ആ വ്യക്തിക്ക് തന്നെ എന്താ പറയണ്ടേ, പെട്ടെന്ന് സ്റ്റക്കായി പോയി ആ വ്യക്തി. അങ്ങനെയാണ് ആ വ്യക്തി ഹാങ്ക്ഡ് മാൻ ആയി പോയത് കേട്ടോ. ആ വ്യക്തിക്ക് ഒന്നും തിരിയുന്നില്ല, ആ വ്യക്തി സ്റ്റക്കായി പോയി. യൂണിവേഴ്സ് സഡൻ ഇടപെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരുടെ മുന്നിലും നിങ്ങളെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഭയങ്കരമായ കണ്ണിന്ന് ഒരു ചോര പൊടിയുന്ന പോലത്തെ ഒരു വേദന, ഹൃദയത്തിന്റെ നീറ്റൽ യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഗതി തന്നെ താളം തെറ്റിപ്പോയ ഒരു അവസ്ഥ. ജോലി പെട്ടെന്ന് പോയിട്ടുണ്ടാകും, പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കാണാം. പെട്ടെന്ന് എല്ലാം ഇതുവരെ ആ വ്യക്തി കെട്ടിപ്പഴുത്ത എല്ലാം തകർന്ന് തരിപ്പണായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി ഒരുപാട് എല്ലാം കെട്ടിപ്പടുത്ത എല്ലാ ഇതും തകർന്ന് തരിപ്പണായി പോയ അവസ്ഥ പെട്ടെന്ന് ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിപ്പോയി. ആ വ്യക്തിക്ക് പബ്ലിക്കിന്റെ മുന്നിൽ നോക്കാൻ പറ്റുന്നില്ല. അത്രയും എന്തോ ഒരു സംഭവം യൂണിവേഴ്സ് സഡൻ കൊടുത്തതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ. നമ്മൾ ചെയ്യുന്ന കർമ്മം പോലെയാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ. അങ്ങോട്ടും തരാം, ഇങ്ങോട്ടും തരാം. സക്സസും വരാം, സഡൻ ഗതി തന്നെ താളം തെറ്റിക്കുന്ന അവസ്ഥയും വരാം. അതാണ് സഡൻ ഈ വരുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ. യൂണിവേഴ്സിന്റെ തന്നെ ഇതാണ്. അപ്പോൾ അവിടെ അവിടുന്ന് ആ വ്യക്തി പബ്ലിക്കിന്റെ മുന്നിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി, നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങളെ ഒരുമാതിരി നിങ്ങൾ ആ വ്യക്തിയിലേക്ക് വലിഞ്ഞു കയറിപ്പോയ പോലെ എല്ലാം സംസാരിച്ചോ, എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ വഴിയെ പോയി ഒഴി പോകുന്നത് നിങ്ങൾ ഹാർട്ട് പൊട്ടിയിട്ടാണ് പോകുന്നത്. സാധാരണ ഒരു പോക്കല്ല നിങ്ങൾ പോയ അവിടുന്ന്. നിങ്ങളുടെ ഹാർട്ട് പൊട്ടിയിട്ടാണ് നിങ്ങൾ പോയിട്ടുള്ളത്. അപ്പം ആ പോക്ക് എവിടെ കൊള്ളുന്നു? നമ്മുടെ പ്രപഞ്ച മാതാവിലേക്കാണ് പോകുന്നത് അല്ലേ? ആരാണ് പ്രപഞ്ചമാതാവ്? നമ്മുടെ ആരാണ്? മഹാലക്ഷ്മി മാതാ അല്ലേ? ദേവി ദേവിക്കത് സഹിക്കാൻ പറ്റിയില്ല. ദേവി അപ്പം സഡൻ ആക്ഷൻ എടുത്തിട്ടാണ്. അതാണ് ഇവിടെ ആ വീൽ ഓഫ് ഫോർച്യൂൺ വന്ന കണ്ടില്ലേ? സഡൻ ദേവിക്ക് ദേഷ്യം വന്നാൽ പിന്നെ കണ്ണ് കാണില്ല. അതാണ് ഇപ്പോൾ ആ സ്പോട്ടിൽ ആ വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടോ? വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഗതി തന്നെ താളം തെറ്റി തക്കിട്ടം മറച്ചു കളഞ്ഞെന്നാണ് കാണിക്കുന്നത്. ആ വ്യക്തിക്ക് മനസ്സിലായി. ആ വ്യക്തിക്ക് കൊടുത്തൊരു അടിയാണ്. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കലാണ്, മറ്റൊന്നല്ല കേട്ടോ. ആ വ്യക്തിക്ക് ഡീപ്പായ സ്നേഹം തന്നെയാണ് നിങ്ങളാന്നുള്ളത് യൂണിവേഴ്സിന് അറിയാം. പക്ഷെ ആ വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ ഗഡ്സോടെ നിൽക്കേണ്ട സമയത്ത് ഗഡ്സോടെ നിൽക്കണം അല്ലേ? തേർഡ് പാർട്ടിയാണ്, ഫോർത്ത് പാർട്ടി ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇഷ്ടമാണ്. മനസ്സുകൾ തമ്മിൽ
അത്രയും നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ എന്താ അത്രത്തോളം ഡീപ്പ് സ്നേഹമാണ്. അതാണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്പ്. രണ്ടുപേരുടെയും സ്നേഹമാണ് ഈ കാണിക്കുന്നത്. ഒരാൾക്ക് വിട്ടുകൊടുക്കാത്ത അത്രയും ഡീപ്ലി സ്നേഹമാണ്. നമ്മുടെ ടോപ്പിക് എന്താ? നിങ്ങളുടെ ഹൃദയങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നു. രണ്ടുപേരുടെയും സ്നേഹമാണ് ഈ കാണിക്കുന്നത്. ഒരാൾക്ക് അധികം സ്നേഹം, കുറവ് സ്നേഹം എന്ന് പറയാനില്ല. രണ്ടുപേരുടെയും സ്നേഹം ഡീപ്പാണ്. എന്നിട്ടാണ് പബ്ലിക്കിൽ, തേർഡ് പാർട്ടിയുടെ മുന്നിൽ ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ അങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നതാണ്, ഞാനൊന്നും അറിഞ്ഞില്ലേ, ഈ വ്യക്തിയാണ് നിങ്ങളെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നത്, എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ, നിങ്ങളൊരു ഇമ്പോർട്ടൻ്റേ അല്ല, ഏത് കൊച്ച കോഴി അങ്ങനെ ആക്കിയിട്ട് നിങ്ങളെ ഒന്നും വല്ലാതാക്കി, നിങ്ങളെ സീറോ ആക്കി വിട്ടിട്ടായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്ന നിങ്ങളുടെ കണ്ണിന്ന് ഉറ്റിയ കണ്ണുനീര് അതൊരു രക്തമായിട്ട് ഒരു അത്രയും ചുടു കണ്ണീര് ഭൂമിയിൽ ഉറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും ആര്? പ്രപഞ്ചമാതാവ്. സഡൻ ആക്ഷനാണ് ഇവിടെ കാണിച്ചേണ്ട. അതെനിക്ക് ഭയങ്കര വീലോ പൊടിച്ചു വന്ന് ആ വ്യക്തിനെ തകിടപൊടിയാക്കി. ആ വ്യക്തി ഇതുവരെ കെട്ടിപ്പടുത്ത എല്ലാം സീറോ ആയി. ആ വ്യക്തിയുടെ ജോലി പോയി. ആ വ്യക്തിയുടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അത് അങ്ങനത്തെ ഒരു നമ്മുടെ നല്ല കർമ്മയാണെങ്കിൽ ഇത് ഏറ്റവും വലിയ സക്സസ്സിലേക്ക് എത്തും. ലോട്ടറി ഭാഗ്യം പോലത്തെ സക്സസ്സിലും എത്താം. തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നാലോ കംപ്ലീറ്റ് ഒരു വെള്ളപ്പൊക്കം വന്ന പോലെ ആക്കി, ഒന്നും ഇല്ലാതായി. അതാണ്. അപ്പം ആ വ്യക്തിക്ക് ശരിക്ക് കൊണ്ടു ഇനി നിങ്ങളോടുള്ള കളി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. യൂണിവേഴ്സ്. നെക്സ്റ്റ് കാർഡ് ഹൈറോഫൻ്റ് ആണ്. ആ വ്യക്തിക്ക് ഇനി ആ വ്യക്തിക്ക് ഒന്നുമില്ല. നിങ്ങൾ എന്താണെന്നുള്ളത് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് മനസ്സിലാവും. നിങ്ങൾ അവരെ വിട്ടു എന്നേക്കുമായിട്ട് പോകുമോ? നിങ്ങളിലേക്ക് വരികയാണ് ആ വ്യക്തി. ഇനി ആ വ്യക്തിക്ക് ഒന്നും അറിയില്ല. ഇനി നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ തേടി പിടിക്കലാണ്. എന്നേക്കുമായി വിട്ടു പോകുമോ എന്ന ഭയമാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഈ തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ അകൽച്ച സംഭവിച്ചത്. വേറെ അല്ലെങ്കിൽ സംഭവിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. തേർഡ് പാർട്ടി എൻ്റെ പണിയാണ് ഇതൊക്കെ. അതെല്ലാം എന്ത് ആ വ്യക്തി പറഞ്ഞാലും നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ പോകും. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യമുണ്ടെങ്കിൽ എന്നാലും നിങ്ങൾ വൈകി തന്നെ പോകും. അങ്ങനെ പോകുന്നതാണ് ആ വ്യക്തി വിചാരിച്ചത്. പക്ഷേ അതിപ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ലാന്ന് അവിടെ കാണിക്കുന്നത് കേട്ടാ. നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിനെ മൈൻഡ് ചെയ്യാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ആ വ്യക്തിക്ക് ഇപ്പം നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് പറ്റുന്നില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആരെ കാണുന്നു, നിങ്ങൾ എങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് അതിൽ നിങ്ങളെ ആ വ്യക്തിയുടെ വയ്യ പോകുമായിരുന്നു. ഇപ്പം ആ വ്യക്തി നിങ്ങളുടെ വയ്യ വരാൻ തുടങ്ങി. നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ സെൽഫ് ലവ് എല്ലാം ചെയ്ത് നിങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങളിപ്പം ആദ്യമൊക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് നല്ല ഹൃദയം മുറിഞ്ഞ് പൊടിഞ്ഞിട്ടാണ് നിങ്ങൾ പോയേ. ഒന്ന് കാണാൻ പോലും ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ നഷ്ടമാകുമോ എന്നേക്കുമായിട്ട് നഷ്ടമാകുമോ കാണാൻ ഓർമ്മയാണ്. ആ വ്യക്തി നോക്കുന്നിടയ്ക്കല്ല നിങ്ങളുടെ മുഖമാണ്. ആ വ്യക്തിക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സ്നേഹമായിട്ടല്ലേ. യേശുക്കപ്പിനെയും കാണി സ്നേഹം ഫസ്റ്റ് കാർഡ് യേശുക്കപ്പല്ലേ. അതിനെയും കാണി 10 മടങ്ങ് സ്നേഹം യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ആ വ്യക്തി രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണ് കൂട്ടിയാൽ നിങ്ങളുടെ മുഖം, രാവിലെ കണ്ണ് തുറന്നാൽ നിങ്ങളുടെ മുഖം. ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ ഏതെങ്കിലും ആൾക്കാരെ മുന്നിൽ കാണുമ്പോൾ നിങ്ങളെ ഡ്രസ്സിങ് സ്റ്റൈൽ പോലത്തെ എല്ലാം കാണുമ്പോൾ നിങ്ങളാണെന്ന് വെച്ചിട്ട് ഓടിപ്പോകാൻ എൻ്റെ പോലെ ആയിട്ടുണ്ട് ആ വ്യക്തിക്ക്. നല്ല രസമുണ്ട്. നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയും നിങ്ങളെ ഒന്ന് വന്ന് കണ്ടാൽ മതി. എന്തായിരിക്കും വന്ന് കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് ആ വ്യക്തിക്ക് പേടിയില്ലേ? അത്രയും പബ്ലിക്കിന്ന് നാണം കെടുത്തി വിട്ടതല്ലേ. നിങ്ങളെ റിയാക്ഷൻ എന്തായിരിക്കും ആ വ്യക്തിക്ക് അറിയില്ല. അതുകൊണ്ട് വരാനും പേടിയാവുന്നുണ്ട് കേട്ടോ. അത്രയും നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം സംഭവിപ്പിച്ചിട്ടുള്ളത്. ആ വ്യക്തിക്ക് ഡീപ്പായ സ്നേഹങ്ങളാണ്. എന്നാലേ ആ ഒരു തേർഡ് പാർട്ടിയല്ല ഫോർത്ത് പാർട്ടിയല്ല ആരുടെ മുമ്പിലും ഗഡ്സ് ആയിട്ട് നിൽക്കേണ്ട സമയത്ത് അവരെ മുന്നിലും അത് ഗഡ്സോടുകൂടെ പറയണം അല്ലേ. അതാണെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം വരില്ല. അത് പറയാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്.
എത്രത്തോളം നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ സ്നേഹിച്ചിട്ടുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി. ആ വ്യക്തി ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊന്നും നിങ്ങളെ ഒരു കാരണവശാലും തള്ളിപ്പറയില്ല. ആരുടെ മുന്നിൽ നിങ്ങളുടെ കൈയും പിടിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഗഡ്സ് യൂണിവേഴ്സ് ഇട്ട് കൊടുത്തു. ഇപ്പം നല്ല വിൽ പവറെല്ലാം വന്നിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ. ഇനി നിങ്ങളെ മാരേജ് തന്നെ, മാരേജിലേക്ക് തന്നെ ഹെയറോഫൻറ്റ് പറയുന്ന മാരേജ് തന്നെ എത്തുന്ന ആ വ്യക്തി നൈറ്റ് ഓഫ് കപ്പ് ആ വ്യക്തി പുറപ്പെട്ടിട്ടുണ്ട്. വ്യക്തിക്ക് കിട്ടേണ്ടത് കിട്ടി. അപ്പം എന്താ പറയുക, കിട്ടേണ്ടത് കിട്ടിയപ്പം തോന്നേണ്ടത് തോന്നി എന്ന് പറയില്ലേ. നൈറ്റ് ഓഫ് കപ്പ് ആ വ്യക്തി വരുന്നുണ്ട് കപ്പുമായിട്ട് കേട്ടോ. അത്രയും ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ആശ്വാസം തന്നെ നിങ്ങളാണ്. ആ വ്യക്തിയുടെ സമാധാനം നിങ്ങളാണ്. ഒരു തീവ്രമായ സ്നേഹവും തോന്നിയിട്ട് ആ വ്യക്തിയുടെ കപ്പുമായിട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ സ്പീഡിലൊന്നും വരാനുള്ള ഗഡ്സില്ല, എല്ലാം വിട്ടിട്ടുണ്ട്. എന്താണ് അത്രയും ഒരു എല്ലാം മനസ്സിലാക്കിയിട്ട് പക്വമായ ആ സ്നേഹമായിട്ട് വരുന്നുണ്ട്. എന്താണ് ഞാനും ഇനിയും തമ്മിൽ എന്താണ്, ഹൃദയങ്ങൾ തമ്മിൽ ഒന്നു ചേർന്നവരാണ്. ഹൃദയം തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ഈസ് ഓഫ് കപ്പിന്റെ സ്നേഹമാണ് രണ്ടു പേർക്കും. ഒരാളുടെ സമാധാനമാണ്, ഒരാളുടെ സക്സസ് ആണ്. ഒരാൾക്ക് എന്തെങ്കിലും മറ്റൊരാൾക്ക് വിഷമം ഉണ്ടെങ്കിൽ ഇയാൾ അറിയും, അയാൾ അത് സോൾവ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്. അപ്പം വികാരങ്ങളെല്ലാം തമ്മിൽ മനസ്സിലാക്കി അങ്ങനെയുള്ളൊരു നൈറ്റ് ഓഫ് കപ്പിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വിഷമം വന്നാൽ അവരുടെ വിഷമമായിട്ടാണ് കാണുക. ഇയാൾക്കൊരു വിഷമം വന്നാൽ അത് മറ്റേ ആളുടെ സ്വന്തം വിഷമമായിട്ട് അങ്ങനത്തെ ഒരു അത്രയും നല്ലൊരു നൈറ്റ് ഓഫ് കപ്പിന്റെ സ്നേഹമാണ്. അത്രയും അധികം ഇമോഷൻസ് ഒരു തീരുമാനം എടുത്തിട്ട് ആ വ്യക്തി വിട്ടിട്ടുണ്ട് കേട്ടോ. 601 ആ വ്യക്തി നിങ്ങളെയും കൊണ്ട് നേടി വരാൻ വേണ്ടിയിട്ട് ആണ് ആ വ്യക്തി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം പറഞ്ഞ് ശരിയാക്കണ്ടേ. അത് ഒരു ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാണ്. ഇതെല്ലാം തവിടുപൊടിയായി കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനം നിങ്ങളിലേക്ക് വരാൻ നിൽക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് സക്സസ് വരാൻ തുടങ്ങുന്നുണ്ട്. ആ വ്യക്തിയുടെ തീരുമാനം മാറ്റുമ്പോഴത്തേക്ക് തന്നെ ആ വ്യക്തിക്ക് സക്സസ് വരാൻ തുടങ്ങും. ഒരാൾ ഒരുപോലെ സ്നേഹിച്ചിട്ട് ഹൃദയത്തിന് ആ ഒരു വേദന വരുമ്പം അപ്പടെ തിരിച്ചടി കിട്ടും. വാക്ക് കൊടുത്തിട്ട് ഒരിക്കലും ഒരു വ്യക്തിനെയും ഓക്കെ ഞാൻ എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും, വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വാക്കായിരിക്കണം. പിന്നെ അത് എന്ത് സംഭവിച്ചാൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആ വ്യക്തിനെ തള്ളിപ്പറയാൻ പാടില്ല. അത് യൂണിവേഴ്സുകൾക്ക് ഒപ്പട്. അത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് യൂണിവേഴ്സിന്റെ സഡൻ ആക്ഷൻ. എന്താ പറയാ, ആ കണ്ണുനീര് ഭൂമിയിൽ ഉറ്റിക്കഴിഞ്ഞാൽ അവിടെ കത്തിപ്പോകുന്ന പറയാം. പിന്നെ അവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, എല്ലാം കത്തി ചാമ്പലാവും എന്ന് പറയുന്ന സംഭവമാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് വാക്ക് കൊടുത്താൽ ആ വ്യക്തിയുടെ കൂടെ ഏത് നിമിഷവും ഏത് തേർഡ് പാർട്ടിയല്ല ഫോർത്ത് പാർട്ടിയല്ല ഇനിയിപ്പം ഈ വ്യക്തിനെ കൂട്ടിപ്പോയാൽ ഇനി എനിക്ക് ലൈഫില്ല എന്തൊക്കെ സംഭവിക്കുന്നാലും അവിടെ കൂടെ തന്നെ ചങ്കായിട്ട് നിൽക്കണം. അല്ലാതെ തള്ളി പറയാൻ പാടില്ല. വാക്ക് കൊടുത്താൽ അത് വാക്കായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു മെസ്സേജ് കിട്ടുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് വാണ്ട് ആണ്. അത്രയും നിങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡീപ്ലി സ്നേഹം, അത്രയും അട്രാക്റ്റ് എല്ലാം തോന്നിയിട്ട് ആ വ്യക്തി വരുവാണ്. ഇപ്പം ആ ഈസോക്കപ്പിന്റെ സ്നേഹമെല്ലാം കത്തിക്കാളി അട്രാക്ഷനായിട്ട് മാറിയിട്ടുള്ളത് കേട്ടോ. അമിതമായ ഒരു ആവേശവും നിങ്ങളോടുള്ള ആ ഒരു ആകർഷണവും എല്ലാം ഇരട്ടിയായിട്ട് യൂണിവേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. അത്രയും ഒരു എനർജിയോടുകൂടി നിങ്ങളിലേക്ക് വരികയാണ്. ദേഷ്യവും പിന്നെ ഇനി എന്താവും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും റിജക്റ്റ് ചെയ്യുക എന്നോ ഒന്നും അറിയില്ല. അങ്ങനെ ആ വ്യക്തി ഒന്നും നോക്കാതെ വരികയാണ്. നിങ്ങളോടുള്ള ആ ഒരു ഫാഷനേറ്റ് ആയിട്ട് ആ വ്യക്തി വരികയാണ്. തേർഡ് പാർട്ടിക്ക് മറ്റുള്ളവരുടെ ഹാപ്പിനെസ് നോക്കിയിട്ട് നിങ്ങളെ തള്ളി പറഞ്ഞതല്ലേ. അപ്പം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ഇനി അങ്ങെത്തുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് 2-1. നിങ്ങളെന്ന ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യമാണ് ആ വ്യക്തിക്ക്. നിങ്ങളെന്ന ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ വ്യക്തി വരുവാണ്. നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എങ്ങനെ എത്തിച്ചേർന്നാലാണ് എല്ലാം നല്ലതായി കലാശിക്കുക? അങ്ങനെയുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കുകയാണ് 2-1.
നിങ്ങളെന്നാ നിങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണു നട്ട് നോക്കി നിൽക്കാൻ എങ്ങനെയെല്ലാം പ്ലാൻ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാൻ വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് 2 of Wands. നെക്സ്റ്റ് ജഡ്ജ്മെന്റ് ആണ്. യൂണിവേഴ്സ് തന്നെ പറയുന്നു, നീ എഴുന്നേക്കും അവിടുന്ന്. ഇത്രയും ഉള്ളിൽ സ്നേഹവും വെച്ചിട്ട് നീ ഇങ്ങനത്തെ പ്രവൃത്തിയല്ല എടുക്കേണ്ടത് എന്ന് യൂണിവേഴ്സ് പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. ആ ശവപ്പെട്ടിന്ന് എഴുന്നേക്കും പോലെ എഴുന്നേക്കൂ. ഇനി പിന്നെ ഇതുവരെ ഉണ്ടാക്കിയതും ഇതുവരെ സമ്പാദിച്ചതും എല്ലാം തവിടുപൊടിയായി, എല്ലാം നശിച്ചു. ഇനി എഴുന്നേൽക്കൂ. ഇനി അതുപോലെ തന്നെ ഇനിയും വീണ്ടും ഉണ്ടായിക്കോളൂ. അപ്പോൾ യൂണിവേഴ്സ് തന്നോളൂ, പാഠം പഠിച്ചല്ലോ. അപ്പം അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ശവപ്പെട്ടിന്ന് എഴുന്നേൽപ്പിക്കുന്ന കണ്ടില്ലേ, അതുപോലെ ആ വ്യക്തിയോട് പറയുന്നത് എഴുന്നേൽക്കൂ, ഉഷാറാവും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എൻ്റെ വ്യക്തിനെ കൂട്ടി വരാനും സക്സസ് നേടാനും എല്ലാം ഉള്ള ഇത് യൂണിവേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. യൂണിവേഴ്സ് തന്നെ ആ വ്യക്തിക്ക് ഗഡ്സ് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നെല്ലാം ആ വ്യക്തിക്ക് എല്ലാ ഇതും യൂണിവേഴ്സ് തന്നെ കൊടുക്കുകയാണ്. അതാണ് ജഡ്ജ്മെന്റ്. ഒരു റീയൂണിയനും എല്ലാം നടക്കുന്നതാണ്. അത് യൂണിവേഴ്സ് തന്നെ ഒരു റീബർത്ത് സംഭവിക്കുകയാണ്. ഒരു പുതിയ ഒരു ജന്മം കൊടുക്കുന്നുണ്ടല്ലേ, ആ ശവപ്പെട്ടിന്ന് എഴുന്നേൽപ്പിക്കുന്നതാണെന്നല്ലേ യൂണിവേഴ്സ്. അതുപോലെ ഒരു റീബർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഒരു റീകണക്ട് ആയിട്ട് എല്ലാം നശിച്ചില്ല, അതിനെല്ലാം വീണ്ടും റീബർത്ത് ഉണ്ടാക്കുകയാണ്. ഒരു ന്യൂ ബിഗിനിങ്. മരിച്ച് ജീവിക്കുന്ന പോലെ മരിച്ച് എല്ലാം തകർന്നെടുക്കുകയാണ്, വീണ്ടും ജീവൻ കൊടുക്കുകയാണ്. തകർച്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത് ആ വ്യക്തിനെ. വീണ്ടും എല്ലാം മറന്ന് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഉഷാറായിട്ട് മുന്നോട്ട് എഴുന്നേക്കൂ എന്ന് യൂണിവേഴ്സ് പറയുന്നത്. എവിടത്തേക്കാ? വീണ്ടും ആ വ്യക്തിക്ക് ഏസ് ഓഫ് പെന്റിക്കലിന്റെ സക്സസ് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളിലേക്ക് വരികയാണ്. സക്സസ് എല്ലാം യൂണിവേഴ്സ് തന്നെ കൊടുക്കുകയാണ്. ഒരുപാട് അബണ്ടൻസും എല്ലാം എങ്ങനെ വരും, എങ്ങനെ അതൊക്കെ ഇവിടെ ജഡ്ജ്മെന്റിൽ തന്നെ ആ വ്യക്തിയോട് എഴുന്നേക്കോ, ഇങ്ങനെയെല്ലാം ചെയ്യുമോ എന്നൊക്കെ ഉണർവ് യൂണിവേഴ്സ് കൊടുക്കുകയാണ്. യൂണിവേഴ്സ് തിരിച്ചടി കൊടുത്തെങ്കിലും ആ വ്യക്തിക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് തന്നെ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അബണ്ടൻസ് എല്ലാം വരാനുള്ള എല്ലാം തിരിച്ചു പിടിക്കുന്നുണ്ട് ഇവിടെ തേർഡ് പാർട്ടികൾ. അപ്പം തേർഡ് പാർട്ടികൾ ഗൂഢാലോചനയെല്ലാം നടത്തുന്നുണ്ട്. രാത്രി കാലങ്ങളിലും തേർഡ് പാർട്ടികൾ ഗൂഢാലോചനയെല്ലാം നടത്തുന്നതായിട്ട് കാണുന്നു. ഈ വ്യക്തി തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരുവാണല്ലോ. അപ്പം ഇനി തേർഡ് പാർട്ടീൻ്റെ വാക്കൊന്നും ആ വ്യക്തി കേൾക്കൂല. സണ്ണുദിച്ച പോലത്തെ ഒരു ലൈഫ് യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾക്ക് 2 പേർക്കും കൂടെ. അത്രയും ന്യൂ ബിഗിനിങ്, ഒരു എല്ലാ സക്സസ്സോടും കൂടിയുള്ള ഒരു ലൈഫാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. 5 of Cups. ആ വ്യക്തി സംഭവിച്ചു പോയതിൽ ആ വ്യക്തി അങ്ങേയറ്റം ദുഃഖിക്കാണ്. ഇങ്ങനെയല്ല, എങ്ങനെ സംഭവിച്ചു എന്ന് ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വളരെ ദുഃഖത്തിലാണ്. നിങ്ങളുടെ സാമീപ്യമില്ലാതെ അവർക്ക് ആ വ്യക്തി ഒന്നുമില്ലാതായിപ്പോയി. ഒന്നിനും ഒരു അർത്ഥവുമില്ലാതെ പോലെ ആ വ്യക്തിക്ക് പോയി. അവർക്കൊന്നും ഇതിങ്ങനെയെല്ലാം ഞാൻ ചെയ്തു എന്ന് അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്രത്തോളം ഡീപ്പായിട്ട് സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ദുഃഖത്തിലാഴ്ന്ന് നിൽക്കുകയാണ്. ദുഃഖത്തിലേക്ക് ഇറങ്ങി പുച്ഛിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹൈറോഫൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം രണ്ടുപേരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് 2 പേർക്കും പറയാതെ തന്നെ അറിയാം. ആ വ്യക്തി എന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതൊക്കെ കാട്ടിക്കൂട്ടിയെങ്കിലും ഇത്രയൊക്കെ ചെയ്തെങ്കിലും എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്നേഹമാണെന്ന് നിങ്ങൾക്കറിയാം. ഇത്രയൊക്കെ തേർഡ് പാർട്ടീൻ്റെ കൂടെ എല്ലാം ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള ഡീപ്പ് സ്നേഹം ഒരിക്കലും പോകില്ല എന്ന് ആ വ്യക്തിക്ക് പറയാം. 2 പേർക്കും ഇൻറ്റ്യൂഷനിലൂടെ എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനി ഓരോ കാർഡ് ഇതിന്ന് എടുക്കട്ടെ, ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഓരോ കാർഡ് എടുക്കട്ടെ. Eight of Wands, 10 of Pentacles, Star card, Magician, 10 of Wands,
Two of Pentacles, Ten of Cups, Queen of Wands, Devil, Two of Cups, Justice, Four of Wands. ഏറ്റവും വേണ്ടാന്ന് ഒരുപാട് നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളെ അത്രയും നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റെല്ലാം വാങ്ങി വെച്ച് നിങ്ങളെ അത്രയും നിങ്ങളെ ഞെട്ടിക്കണം. ഇനി നിങ്ങളെ സന്തോഷകരമായ ന്യൂസ് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണം. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ അബണ്ടൻസും എല്ലാം വന്ന് നിങ്ങളെ അത്രയും ഒരു സ്റ്റാറായിട്ട് കൊണ്ടുപോകും ആ വ്യക്തി. ഇനി ആ വ്യക്തിക്ക് മനസ്സിലായി നമ്മൾക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിന് വെച്ച് കളിക്കാൻ പാടില്ല. അതൊരു മെസ്സേജാണ്. നമ്മൾ ഒരു വ്യക്തിക്ക് വാക്ക് കൊടുത്താൽ ആ വ്യക്തിയുടെ കൂടെ കട്ടക്ക് നിൽക്കണം. ഏതൊരു സിറ്റുവേഷൻ രണ്ടുപേർക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ടക്ക് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം അവരവരുടെ പാട്ടിന് പോയിക്കോളും, അല്ലേ? അതില്ലാതെ കൊണ്ടാണ് ഇവിടെ ഇത് സംഭവിക്കുന്നത്. എന്താ 10 ഓഫ് കപ്പാണ്. 10 ഓഫ് കപ്പാണ്. ആ വ്യക്തിക്ക് ഇവിടെ ഡബിൾ കിട്ടിയിരിക്കുന്നുണ്ട്. ഡബിൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത്രയും നിങ്ങളിൽ ആ വ്യക്തി അഡിക്റ്റാണ്. അത്രയും ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പം ഞാൻ ഇത്രയും ഡീപ്പായി സ്നേഹിച്ച എൻ്റെ 2 ഓഫ് കപ്പിനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആ വ്യക്തിയുടെ തെറ്റുകൾ ആ വ്യക്തി മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ 10 ഓഫ് കപ്പിലേക്കാണ് എത്താൻ പോകുന്നത്. എല്ലാം നിങ്ങൾ ആർക്ക് വേണ്ടിയും ആരും തമ്മാമിൽ മാറ്റി നിർത്തൂല. 10 ഓഫ് കപ്പിലേക്കാണ് എത്തുന്നത്. ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേക്കാണ്. ഇനി വിടില്ല. ഹൃദയത്തിലോട് എന്താ പറയണ്ടേ, അങ്ങനെ ചേർത്ത് പിടിച്ചേക്കാണ്. മജിഷ്യനാണ്. എന്ത് മാജിക് കാണിച്ചിട്ടാലും ആ വ്യക്തി നിങ്ങളെയും കൊണ്ട് വരും എന്ന് ഉറപ്പിക്കുന്നതാണ് കേട്ടോ. ഒരു യെസ് എടുക്കട്ടെ. യെസ് എന്തെങ്കിലും കാര്യം നടക്കുമോ ഇല്ലയോ എന്നെല്ലാം ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ്. യെസ് ആണ് കേട്ടോ. 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏത് ഗോഡിന്റെ ബ്ലെസ്സിങ് ആണ് നോക്കാം. ഏത് ഗോഡിന്റെ ബ്ലെസ്സിങ് ആണ് നമുക്ക് കിട്ടുന്നത്? എപ്പോഴും ആൻസിസ്റ്ററിനെ എനിക്ക് 3 ദിവസമായി കിട്ടുന്ന കേട്ടോ. അപ്പോൾ ആൻസിസ്റ്ററിൻ്റെ അത്രയും അനുഗ്രഹമുണ്ട്. അത് ഭയങ്കര പവറായിട്ടാണ് കിട്ടുന്നത്. ഇപ്പം എനിക്ക് 3-4 ദിവസമായിട്ടായി ആൻസിസ്റ്ററിനെ തന്നെ കിട്ടുന്നത്. ആൻസിസ്റ്റർ എന്തോ അത്രയും സന്തോഷത്തിൽ നമ്മളെ കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ആൻസിസ്റ്ററിന് വേണ്ട എല്ലാ കാര്യം ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മൾ രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഇത് കുളിച്ച് കാക്കക്ക് കുറച്ച് ചോറും തൈരും എല്ലാം ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുക. അതെല്ലാം ഭയങ്കരമായിട്ട് ആൻസിസ്റ്ററിന് സന്തോഷം തരുന്നത് ഇതാണ്. അപ്പം ആൻസിസ്റ്ററിന് ഭയങ്കര നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ആൻസിസ്റ്റർ പറയുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടി, ഏത് തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ തമ്മാമിൽ നിങ്ങൾ ഒന്നിച്ച് കട്ടക്ക് നിൽക്കണം. ഏത് സാഹചര്യം, എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും നിങ്ങൾ കട്ടക്ക് ഒന്നിച്ച് നിൽക്കണം എന്നാണ് ആൻസിസ്റ്റർ പറയുന്നത് കേട്ടോ. എന്താണ് നിങ്ങളുടെ വ്യക്തി പറയാനുള്ളത് നോക്കിയാലോ. എന്താണ് പറയാനുള്ളത്? ഐ ലുക്ക് ഫോർ യു എവരിവെയർ. ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുന്നു. ഭ്രാന്തമായിട്ട് എല്ലായിടത്തും തിരയുന്നു. ഐ ക്രൈ അറ്റ് നൈറ്റ്. കരയണം അല്ലേ? ഐ ആം സോ അട്രാക്റ്റഡ് ടു യു. നമ്മൾ ഒരുപാട് അടുത്തു പോയി. ഐ ആം അഫ്രേഡ് ടു ലൂസ് യു. നിന്നെ നഷ്ടമായി പോവോ എന്ന് ഭയക്കുന്നു.
യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. സംഗീതത്തിലൂടെ നീ എന്നോട് സംസാരിക്കുന്നു. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഞാൻ ചെയ്തത് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഈസ് ദിസ് ലവ് ഈസ് ക്രൈസ്. ഈ സ്നേഹം ഭ്രാന്തമാണ്. ഐ കനോട്ട് ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് യു. നീ ഇല്ലാതെ ഒരു ലോകം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഐ ആം യുവേഴ്സ് ഫോർ എവർ. ഞാൻ എന്നും നിന്റേതാണ്. കുറച്ച് ക്ലൂസ്. വൈറ്റ് ഷർട്ട്, ജൂൺ, മകീര്യം, ഇൻഡ്യൂഷൻ, ജലസ്, മാൻഫെസ്, സെപ്റ്റംബർ, മകം, 555, ആക്ടർ, ചെന്നൈ, ട്രെയിനർ, കാസർഗോഡ്, എ, കോട്ടയം, ഒ, ശിവപാർവതി, 1977, പത്തനംതിട്ട, ടി, 1996, ലോയർ, ട്യൂസ്ഡേ, കണ്ണൂർ, ജെ, ആർ, അനിഴം, ഇ, സ്പിരിച്വൽ, എം, കൈനസ്, ഫിറ്റ് ബോഡി, ഐ, കൊല്ലം, സോൾമേറ്റ്, ഉത്രാടം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.